ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു കുഞ്ഞ് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അതിനായി നമ്മൾ ആദ്യം തേങ്ങ എടുക്കുവാണ്. അതിനിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നും പറയാനില്ല. ശരിക്കും നമ്മളൊരു പിടി തേങ്ങയൊക്കെ എടുക്കുക. ഞാനിവിടെ എനിക്ക് തോന്നുന്നു 2-3 ടീസ്പൂണോളം തേങ്ങയാണ് എടുത്തത്. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കണക്കൊന്നുമില്ല. നമുക്ക് ആ ഉപ്പും പുളിയൊക്കെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ചുവന്നുള്ളി എടുക്കുവാണ്. 6-7 ചുവന്നുള്ളി ഞാനിതിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ചമ്മന്തിക്ക് എപ്പോഴും ഇഞ്ചി കുറച്ച് നല്ലതാണ്. പിന്നെ എരിവിനായിട്ട് ഞാനിവിടെ കുറച്ച് കാന്താരി മുളക് ഉണ്ടായതുകൊണ്ട് അതെടുത്തു. പച്ചമുളകോ മുളക് പൊടിയോ ആയാലും മതി. ഇനി നമ്മുടെ മെയിൻ ആളായ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്കയും പിന്നെ ഒരു കഷ്ണം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉപ്പിലിട്ട കാന്താരിയാണ് ഇപ്പോൾ എടുത്തത്. അതിന് പ്രത്യേകിച്ച് എരിവ് കാണില്ല. ഈ നെല്ലിക്കയുടെ അതിൻ്റെ ഉള്ളിലുള്ള ആ കുരു കളഞ്ഞ് വേണം എടുക്കാൻ. ഒരു പകുതിയും കൂടെ എടുത്തിട്ടുണ്ട്. ആ 1.5 നെല്ലിക്കയും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഈ ചമ്മന്തിയിൽ. ഇനി അതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് ഞാൻ കുറച്ചൊരു ഉപ്പ് കൂടി ചേർത്തു. നെല്ലിക്ക നമ്മൾ ഉപ്പിലിട്ടതാണ്, എന്നാലും അത്രയ്ക്ക് ഉപ്പ് കാണില്ല, തേങ്ങയൊക്കെ ചേർക്കുന്നതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ അതെല്ലാം കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഭയങ്കര മഷി പോലെ അരയേണ്ട, ഒരു ചമ്മന്തിയുടെ പരുവം അറിയാമല്ലോ, അതുപോലെ അരച്ചു. ഇത് ആ കാന്താരിയും എല്ലാം വെള്ളയായതുകൊണ്ടാണ് ആ വെളുത്ത കളറ് കേട്ടോ. ഇനി നമ്മളത് ഇങ്ങനെ ഉരുട്ടിയെടുത്തു. ചമ്മന്തി മിക്സിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ കൈ വെച്ച് ഉരുട്ടിയെടുത്ത് ഇത്രയേ ഉള്ളൂ. നെല്ലിക്ക ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എക്സ്ട്രാ ഒരു നെല്ലിക്ക ഞാൻ ഭംഗിക്ക് വേണ്ടി അവിടെ ആ പാത്രത്തിലെടുത്ത് ഇങ്ങനെ വെറുതെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്കിനി അടുത്ത ഒരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം.